ഒരു സരിക സിസ്റ്റർ. ഞാൻ സാധാരണയായി വിതൗട്ട് യൂണിഫോമിൽ ഹെൽത്ത് ടിപ്സ് ഒന്നും പറയാറില്ല. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായി, ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ വീടിനടുത്ത് ഒരമ്മ ബോധം കെട്ട് വീണു. ഞാൻ അറിയുന്നില്ല, ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയൽവക്കത്തെ കുട്ടികൾ ഓടി വന്നിട്ട് ചേച്ചി ചേച്ചി ഒന്ന് ഓടി വരണേ, അമ്മൂമ്മയ്ക്ക് ബോധമില്ല, കുറേ സമയമായി, അച്ഛനും അമ്മയൊക്കെ പോയി. മീൻസ് ഞങ്ങൾ അറിയുന്നില്ല. അയൽവക്കത്തുള്ളവരെയൊക്കെ അവർ വിളിച്ചു. അവിടെ പോയി എല്ലാവരും ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. ഒരാൾ ബോധം കെട്ട് കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, തട്ടിയിട്ട് എണീക്കുന്നില്ല, പേര് പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികൾ വന്ന് വിളിച്ചപാടെ തന്നെ ഞാൻ ഓടിപ്പോയി. ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടി ഓടിപ്പോയി. അവരുടെ ഒപ്പം പോകാൻ കുറേ ദൂരമുണ്ട്. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു 10-15 ആളുകൾ നിൽപ്പുണ്ട്. ഒരു മരണ വീട് പോലെയൊക്കെ ആയിട്ടുണ്ട് വീട്. എല്ലാവരും വിളിച്ചു നോക്കുന്നുണ്ട്, എണീപ്പിച്ചിരുത്താൻ നോക്കുന്നുണ്ട്, ഒന്നും പറ്റുന്നില്ല. അപ്പം ആസ് എ സ്റ്റാഫ് നേഴ്സ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗ്ലൂക്കോമീറ്ററും BP അപ്പാരറ്റസും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഷുഗർ നോക്കുമ്പോൾ ആൻറ്റിക്ക് 47 ഉണ്ടായുള്ളൂ. ആക്ച്വലി ആൻറ്റി ഷുഗർ കുറഞ്ഞിട്ട് ഇപ്പോൾ ഷുഗർ ഡൗൺ ആയിട്ട് ബോധം കെട്ട് വീണതാണ്. ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പല്ല് മുറുക്കി കടിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ തന്നെ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തെടുക്കാൻ പറഞ്ഞു. അവരെടുത്ത് തന്നു. പക്ഷെ കുടിപ്പിക്കാൻ നോക്കി, എണീപ്പിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്ത ആൻറ്റി കുടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2-3 സ്പൂൺ ആൻറ്റി കുടിച്ചിട്ടുണ്ടാകുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ BP നോക്കി, പതിയെ കിടത്തി കഴിഞ്ഞിട്ട് BP നോക്കി. BP നോക്കുമ്പോൾ BP 180-90 ഉണ്ട്. ഓൾറെഡി അരമണിക്കൂറായി ആൻറ്റിയുടെ ബോധം പോയിട്ട്. എന്ത് പറ്റിയതാണ്, സ്ട്രോക്ക് എന്തെങ്കിലും വന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, നമുക്കൊന്നും ഇപ്പോൾ ഷുഗർ BP നോക്കിയെന്ന് വെച്ചിട്ട് ഒരാളുടെ അസുഖം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓൾറെഡി അരമണിക്കൂർ മുന്നേ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോക്കാരൻ ഇതുവരെ വന്നിട്ടില്ല. അതിലും രസം എന്താ വെച്ചാൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വരില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പിന്നെ ഒരു 1/2 കിലോമീറ്ററോളം, ഞങ്ങൾ പോയ വഴിക്കല്ല, അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് വേറെ വഴിക്ക് 1/2 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ റോഡുള്ളൂ, അവിടേക്ക് വണ്ടി വരുള്ളൂ. ഞാനും 2 ചേട്ടന്മാരും 2 ചേച്ചിമാരും എല്ലാവരും കൂടി ആൻറ്റീനെ എടുത്ത് കസേരയിലിരുത്തി. ഞങ്ങൾ ഈ കസേര പൊക്കി പിടിച്ചാൽ പോകും. ആൻറ്റി ഏകദേശം 60-70 കിലോക്കകത്ത് വെയിറ്റുള്ള ഒരു ആൻറ്റിയാണ്. എടുത്ത് പൊക്കി പതിയെ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ പോയിട്ടുണ്ടാവും. ഓട്ടോയുടെ അവിടം വരെ എങ്ങനെയൊക്കെയോ എത്തിച്ച് ഓട്ടോയിൽ കയറ്റി ആളെ കയറ്റി വിട്ടു. അപ്പം ആൻറ്റി ഓക്കെയാണ്. ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് തലചുറ്റി വീണാൽ അല്ലെങ്കിൽ ബോധം കെട്ട് കിടന്നാൽ ആരും പേടിച്ച് നെർവസ് ആവാണ്ട് എന്താണ് സിംറ്റംസ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ.